വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ എൻ്റെ ഇതിൽ ബിജുമേൻ്റെ തുണ്ട് എന്നുള്ള സിനിമ കാണാൻ വേണ്ടി തന്നെയാണ് കണ്ടിട്ട് അഭിപ്രായങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രീൻ മണ്ണിലാണ്ട ബാ, എൻ്റെ ഒരു ഫേവറേറ്റ് തിയേറ്ററാണ് ഇപ്പോൾ സ്ക്രീൻ മൺ. സിനിമയൊക്കെ കണ്ട് വീട്ടിലെത്തി. റിയാസ് ഷെരീഫ് പുതുമുഖ ഡയറക്ടറാണെന്നാണ് തോന്നുന്നത്. ഇതിനു മുന്നേ ആഷിഖ് ഉസ്മാൻ്റെ എന്തെങ്കിലുമൊക്കെ സിനിമകളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. തല്ലുമാല ടീമൊക്കെ ആയിട്ട് വല്ല ബന്ധം ഉണ്ടാകുന്നൊന്നും അറിയില്ല. എന്തായാലും ആഷിഖ് ഉസ്മാൻ പൊതുവെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ കഴിഞ്ഞ ഒരു 3-4 കൊല്ലം ആയിട്ടുള്ള പടങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതും തീരെ ഡിസപ്പോയിൻ്റ് ചെയ്തില്ല. ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ല പൊളിയാണ്. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിധത്തിൽ കോമിക് ടൈമിംഗ് ആയാലും എല്ലാം കൊണ്ടും ഫസ്റ്റ് ഹാഫ് വേറെ ലെവലായിരുന്നു. സെക്കൻഡ് ഹാഫും തീരെ മോശമല്ല. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഹാഫ് പൊളിയായിരുന്നു പറഞ്ഞത്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴേക്കും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സിനിമ അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എന്താ പറയുക ചാഞ്ചാടുന്നുണ്ട്. എന്താ പറയുക ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവമാണ്. അത് എഡിറ്റിങ്ങിൻ്റെ ഭാഗമായതാണോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ തന്നെ സിനിമ ട്രീറ്റ് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ സീനായിരുന്നു. മുഴുവത്താടെ നോക്കിക്കഴിഞ്ഞാൽ പടം എങ്ങനെയാണെന്നാണ് അവസാനം പറയാം. പക്ഷെ എന്നാൽ ഞാൻ പറയാം, ബിജു മേനോൻ അടിപൊളി പെർഫോമൻസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പൊളി പെർഫോമൻസ്. മലയാള സിനിമ ബിജു മേനോനെ ഇനിയും നല്ല രീതിയിൽ ഉപയോഗിക്കാനിരിക്കുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത്. ബിജു മേനോൻ ചേട്ടൻ അടിപൊളിയായിരുന്നു, ഒന്നും രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഷൈൻ ടോം ചാക്കോ പുള്ളീനെ ഈ ഡയറക്ടർ നല്ല രീതിയിൽ മെനക്ക് മര്യാദയ്ക്ക് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് പഴയ ഷൈൻ ടോം ചാക്കോനെ ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റും. അതായത് ആ അച്ചടക്കത്തോടെ ക്യാരക്ടറിൽ മര്യാദയ്ക്ക് ഇരുന്ന് അഭിനയിക്കുന്ന ഷൈൻ ടോം ചാക്കോ എന്നുള്ള നടനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിലെ ക്യാരക്ടർ ഷൈൻ ആ ബാലൻസോട് കൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. യൂഷ്വൽ ഇൻ്റർവ്യൂവിൽ വരുന്ന ആ ഒരു ശൈലിയിലല്ല ഇതിനകത്ത് ഷൈൻ അഭിനയിച്ചിരിക്കുന്നത്. മുൻകാല ചിത്രങ്ങളിലൊക്കെ നമ്മൾ ഷൈനെ കണ്ടിരിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഷൈൻ ടോം ചാക്കോ എന്നുള്ള ആ ഒരു നടനെ ഈ സിനിമയിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് കാണാൻ പറ്റും. അതിന് ഞാൻ ഡയറക്ടറിനോട് വീണ്ടും ഒരു നന്ദി പറയണം. കാരണം ആ പഴയ ഷൈനെ തിരികെ കൊണ്ടുവന്നതിന്. പിന്നെ അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ നടന്മാരും സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർബ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേസിലേക്ക് കൂടെ സ്ഥിരം അഭിനയിക്കുന്ന മച്ചാനുണ്ട്. പുള്ളിയൊക്കെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ ഒന്ന് കാസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. ആ മച്ചാനെ പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. പുള്ളി അത്രയും നല്ല ഈ ഗൂഗിളിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റിൽ പോലും മര്യാദക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ബൈജു ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ബൈജു ചേട്ടൻ ഒരു ക്യാമിയോ റോളാണ്, പക്ഷെ കലക്കൻ. ലൂസിഫറിലെ ഒരു ഡയലോഗ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൊള്ളി. പിന്നെ ഉണ്ണിമായ പ്രസാദ് നമ്മുടെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ നമ്മുടെ ദിലീഷ് പോത്തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ 5-ാം പാതിരയിലെ പോലീസുകാരി അല്ലെങ്കിൽ പുള്ളിക്കാരി കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബിജു മേനോൻ്റെ വൈഫായിട്ടാണ്. കലക്കം പെർഫോമൻസ്, വളരെ നീറ്റ് ആൻഡ് ക്ലിയർ. ഒരു ടീച്ചറായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. വീട്ടിലൊക്കെ ട്യൂഷനൊക്കെ എടുക്കുന്ന ഒരു ടീച്ചർ കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സൂപ്പറായിരുന്നു. പിന്നെ ഇന്നൊരു ഞെട്ടലുണ്ടായിരുന്നു എനിക്ക്. നമ്മുടെ പുലിമുരുകനിലൊക്കെ ലാലേട്ടൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച മച്ചാൻ, നമ്മളെ സൂപ്പർ ഡാൻസർ D4 ഡാൻസ് ജൂനിയറിലുള്ള ഉണ്ടായിരുന്ന മച്ചാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബിജു മേനോൻ്റെ മോനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു മച്ചാൻ, ഞാൻ തിയേറ്ററിലേക്ക് കയറുന്ന മുന്നേ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എനിക്ക് ആളെ മനസ്സിലായില്ല. സോറി മച്ചാനെ, എനിക്ക് ആളെ മനസ്സിലായില്ല. കാരണം ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ പുലിമുരുകലിലെ ചെറിയ ലാലേട്ടൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച ആളെയാണ്. ആ ഒരു ഫേസ് കട്ടിന്ന് ആൾ ഒരുപാട് മാറി നല്ല പൊക്കമൊക്കെ വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അനുപയ്ക്ക് തിരിച്ചറിയാൻ പറ്റി. എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞ് പോയതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടാ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക് ആയപ്പോഴേക്കും ഞാൻ മച്ചാൻ്റെ അടുത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് ചെന്ന് വീണ്ടും ഒന്നുകൂടി സംസാരിച്ചു. നല്ല പ്രകടനം എന്നുള്ള പറഞ്ഞപ്പോഴാണ് മച്ചാൻ എന്നോട് കൂടെ പറഞ്ഞാൽ ഞാൻ പുലിമുരുകലിൽ ഇങ്ങനെ ലാലേട്ടൻ്റെ ചെറുപ്പകാലം അഭിനയിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞു, പക്ഷേ എനിക്ക് മനസ്സിലായില്ല, സോറി മച്ചാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മച്ചാനും ഇതിനകത്ത് നന്നായിട്ട് ഒരു റോള് ചെയ്തിട്ടുണ്ട്. അടിപൊളി റോളായിരുന്നു.
അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര രസം. സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പോലീസുകാരുടെ വേറൊരു സൈഡ് കാണിക്കുന്നുണ്ട്. പോലീസുകാർ നമ്മുടെ സാധാരണ ആൾക്കാരെ പോലെ ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ള ഒരു രീതിയിലൊക്കെ പല കാര്യങ്ങളും കാണിക്കുന്നത്. അതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഈ സിനിമയുടെ ഒരു ബേസ് കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ തുണ്ട് ഇൻ ദ സെൻസ് നിങ്ങളത് ചാത്തുണ്ടല്ല, ഇത് മറ്റേ ബിറ്റ് അടിക്കുന്ന പരിപാടിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ബിറ്റ് യൂസ് ചെയ്യുന്ന സംഭവം ഇതിനകത്ത് കുറച്ച് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്, അത് മാസാക്കി കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു സിനിമയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി എന്ന് ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോലീസുകാരെന്നല്ല ആര് കോപ്പി അടി ചെയ്താലും അല്ലെങ്കിൽ എന്താ പറയുക ബിറ്റ് വെച്ച് പരീക്ഷ എന്താണ് പാസ്സാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ സംഭവം തന്നെയാണ്, അത് തെറ്റായ മെസ്സേജ് തന്നെയാണ്. പക്ഷേ എന്താണ് ഇതിനകത്ത് എന്താ പറയുക, അത് കാണിച്ചു വന്നപ്പോഴേക്കും അത് ഭയങ്കര മാസമായിട്ടും ഭയങ്കര കൈയടി എന്താണ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമായി മാറി. എന്താണ് അത് അങ്ങനെയാണ് ഈ സിനിമ. പക്ഷേ ഇതൊരു ഫൺ വേലി നിങ്ങൾ കണ്ടാൽ മതി. ഈ സിനിമ നിങ്ങൾ ഫണ്ണായിട്ട് എടുത്താൽ മതി. ഇത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് എടുക്കരുത്. നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെയ്യാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവത്തില്ല. എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്പുറത്തേക്ക് നോക്കി എഴുതിയ ചരിത്രം എല്ലാവർക്കും ഉണ്ടാവും. അത് ചെയ്യാത്തതായിട്ടുള്ള പുണ്യാളന്മാരൊന്നും അങ്ങനെ ഇല്ല എന്ന് പറയേണ്ടി വരും. അതുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതൊരു തെറ്റായ സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ സിനിമയെ മാത്രമായിട്ട് കണ്ടാൽ മതി. ഞാൻ അങ്ങനെ കാണുന്നത്. ഞാൻ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും അങ്ങനെ നോക്കാത്ത ഒരാളാണ്. നോക്കിയാൽ തന്നെ അത് അത്രയും എന്താ പറയുക മോശമായിട്ടുള്ളൊരു സംഭവം, അത് എന്താ പറയുക, അത് വളരെ സീരിയസ് ആയിട്ട് ഭയങ്കര ന്യായീകരിച്ച് കാണിച്ചെങ്കിൽ മാത്രമേ ഞാൻ അതൊക്കെ അത്രയും സംസാരിക്കാറുള്ളൂ. ഈ സിനിമയിൽ എന്താണ് ഇതൊരു പ്യുവർ ഫൺ പാടമാണ്. അപ്പോൾ ആ മൈൻഡിൽ കണ്ടാൽ മതി. ഒരുപാട് പേര് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്നവർ ചിലപ്പോൾ ഈ സിനിമ തെറ്റായ പ്രവണത എന്നുള്ള രീതിയിൽ സംസാരിച്ചേക്കാം. അവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, കാരണം സിനിമയിൽ ആ രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, സിനിമ കാണുമ്പോൾ നമ്മൾ അതിൽ നല്ലത് എടുക്കുക, വേണ്ടാത്തത് എടുക്കാതിരിക്കുക. അവർ വേണ്ടാത്തതും കാണിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശം കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ബോധവും വിവരവും പഠിപ്പും ഒക്കെ ഉള്ള പ്രേക്ഷകരല്ലേ. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് നല്ല കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമയായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ പറയാനാണെങ്കിൽ മ്യൂസിക്, സൗണ്ട് ഡിസൈൻ എക്സലൻറ്റ്. ഇത് ആരാ ചെയ്തതെന്നറിയില്ലെങ്കിലും ഇത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ നെറ്റിൽ. കാരണം എനിക്കിത് ഒരു പിടുത്തങ്ങൾ വിഷ്ണു വിജയ് അത് പറ വിഷ്ണു വിജയ്. ഞാനിപ്പോൾ ഫിലിം ബീറ്റ് ഏതോ വെബ്സൈറ്റിൽ നിന്നാണ് ഇപ്പോൾ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫിലിം ബീറ്റിൽ നിന്ന്. അത് എത്രത്തോളം സത്യമെന്ന് എനിക്കറിയില്ല. എന്തായാലും വിഷ്ണു വിജയ് ഈ അടുത്തിറങ്ങിയ മിക്ക പടങ്ങളും വിഷ്ണു വിജയ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി സ്കോറിംഗ് ആയിരുന്നു, നല്ല രസമുള്ള സൗണ്ട് ഡിസൈനും ആയിരുന്നു. പടം വനിത സ്ക്രീൻ 1ലാണ് ഞാൻ കണ്ടത്. ക്രിക്സിൻ്റെ ഒരു പുതിയ ഡോൾബി അറ്റ്മോസ് സെറ്റപ്പാണ് അവിടെ ഇരിക്കുന്നത്. കലക്കൻ എക്സ്പീരിയൻസ്, ബോത്ത് വിഷ്വലി ആൻഡ് എന്താണ് സൗണ്ട് വൈസ് കലക്കൻ എക്സ്പീരിയൻസ് ആണ് തന്നത്. ഞാൻ കണ്ടെത്തി അതേ ഷോയിൽ തന്നെ കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കായിരുന്നു, കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് കയറി കണ്ടാണ്. അപ്പോൾ എന്താണ് മൊത്തത്തിൽ നല്ലൊരു വൈബും ഉണ്ടായിരുന്നു പടത്തിന്. കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ളത് മാത്രമല്ല പടം അങ്ങനെയാണ്, നമുക്ക് ഫാമിലി ഓഡിയൻസിന് വരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ആ രീതി കണ്ടാൽ മതി. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു രസം പോകേണ്ട ഞാൻ പറയുന്നില്ല. ആ ഒരു ഫൺ രീതിയിൽ തന്നെ കണ്ടാൽ മതി ഞാൻ പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിലതൊക്കെ ഒഫൻഡഡ് ആവാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ ഞാൻ പറയുന്നു, സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കണ്ടാൽ മനസ്സിലാവും. എന്തായാലും വളരെ നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു പ്യുവർ ഫൺ റൈഡാണ് ഈ സിനിമ. പോലീസുകാരുടെ വേറെ പല കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എന്താണ് പോലീസുകാരുടെ പരീക്ഷ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. ഒരു പക്ക ഫൺ എൻ്റർടൈനർ മൂവി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടമായത്. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ജിംബ്രൂട്ടനായിട്ട് പുണ്യാളനിൽ വന്ന മച്ചൻ, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പുള്ളി ഇതിനകത്ത് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു രസകരമായ ഒരു റോളായിരുന്നു. പുള്ളിക്ക് ഒരു ഇൻഡിവിജ്വൽ ഒരു പാട്ടുമുണ്ട്. ആ പാട്ട്
ചിലവർക്ക് ചിലപ്പോൾ അതൊരു ചേരാത്ത ഒരു ചേരുവയായിട്ട് തോന്നും. പക്ഷെ എനിക്ക് ഭയങ്കര അതൊരു ഒരു ഡിഫറെൻ്റ് അനുഭവമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലതരം ജോണർ ഷിഫ്റ്റ് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മലൈക്കോട്ട വാലിബൻ ഒരു രീതിയിൽ നിന്ന് തുടങ്ങും, വേറെ രീതിയിൽ എൻഡ് ചെയ്യും. ഒരു ജോണറിൽ നിന്ന് തുടങ്ങും, വേറെ ജോണറിലെത്തും. ജോണർ ഷിഫ്റ്റ് പാട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ട്. അതായത് ഈ ജിംബ്രൂട്ടൻ മച്ചാൻ്റെ ക്യാരക്ടർ വളരെ സങ്കടത്തോടെ ഒരു പാട്ട് ഇങ്ങനെ തുടങ്ങും കേട്ടോ പുള്ളീനെ വെച്ചിട്ട്. എന്നിട്ട് ആ പാട്ട് ഇവോൾവ് ചെയ്ത് അതായത് സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു അടിച്ചുപൊളി പാട്ടായി മാറും. അത് വൻ വെറൈറ്റി ആയിരുന്നു, വൻ വെറൈറ്റി. അങ്ങനെ ഒരു ജോണർ ഷിഫ്റ്റ് പാട്ട് ഞാൻ ഒരു സിനിമയിൽ കണ്ടിട്ടില്ല എന്ന് പറയാൻ വേണമെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഓർമ്മയില്ല. ഇത് ഭയങ്കര രസമായിരുന്നു. ഒരു കട്ട ശോകം അവസ്ഥയിൽ നിന്ന് ഭയങ്കര സന്തോഷം. പുള്ളിയുടെ ഒരു കലക്കൻ ഡാൻസ് പെർഫോമൻസും ഉണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഡാൻസ് പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ചേരാത്ത ചേരുവ പോലെ ചിലവർക്കെങ്കിലും ഫീൽ ചെയ്തേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കത് ആ പാട്ട് ആ വിഷ്വൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സങ്കടത്തിൽ നിന്ന് നേരെ കട്ടടിച്ചോളി മൈൻഡിലേക്ക് വരുന്നത്. അതൊരു എന്താ ശോകമൂകമായിട്ടുള്ള ഒരു പാട്ട് എന്നുള്ള രീതിയിൽ എൻഡ് ചെയ്തില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് എന്താ ടൈമിൽ ഇൻവോൾവ് ആയ രീതിയിലുള്ള പാട്ടായിട്ട് തോന്നി. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചിലപ്പോൾ പറ്റണമെന്നില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വർക്കായി ആ സംഭവം. സിനിമ മൊത്തത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു തന്നെ പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫ് ഞാൻ അടിച്ചു പൊളിച്ച് ശരിക്കും എൻജോയ് ചെയ്ത്. സെക്കൻഡ് ഹാഫിൽ ആ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു അത്രയും ലെവൽ, ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇവിടെ നിൽക്കണമെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇത് ഇവിടെ എത്തിയുള്ളൂ, അതിനൊത്ത് വന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് കണ്ടതിൽ എനിക്ക് ഒരു സങ്കടമില്ല. വളരെ നല്ല രീതിയിൽ ഞാൻ എൻ്റർടൈൻഡ് ആയി. അതാണല്ലോ ഒരു സിനിമയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. പൈസ കൊടുത്ത് നമ്മൾ എൻ്റർടൈൻഡ് ആവുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഒരു കലക്കൻ സിനിമ തന്നെയായിരുന്നു. എന്തായാലും 2024 ഇഷ്ടം പോലെ സിനിമ കണ്ടു. മിക്ക പടങ്ങളും നല്ലതായിരുന്നു. ഇത് നല്ലൊരു തുടക്കം തന്നെയാണ്. ഈ വർഷം മൊത്തം അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. വളരെ ചുരുക്കം പടങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്തുള്ളൂ. ഭൂരിഭാഗം സിനിമകളും എനിക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം, അല്ലാത്തവർ കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയാം കേട്ടോ. എന്തായാലും വളരെ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വർത്ത് വാച്ച് എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടാ. അപ്പോൾ ബിജു മേനോൻ്റെ ഒരുപാട് നല്ല വേറെ സിനിമകൾക്കും കാത്തിരിക്കുന്നു. ഈ ഡയറക്ടറിൻ്റെ പേര് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നത് റിയാസ് ഷെറീഫിൻ്റെ മറ്റുള്ള സിനിമകൾക്കായിരിക്കും കാത്തിരിക്കുന്നു. മൊത്തത്തിൽ വിഷ്ണു വിജയ് പിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പടത്തിലും. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റു സിനിമകൾക്ക് കാത്തിരിക്കും. ഇന്ന് ഞാൻ ഒരു പടം കൂടി കാണുന്നുണ്ട്, മാഡം വെബ്. മാർവലിൻ്റെ തന്നെ സോണി യൂണിവേഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും അതും കൂടി കണ്ടിട്ട് ഞാൻ ഇന്ന് അഭിപ്രായം ഇടുന്നതായിരിക്കും കേട്ടോ. അത് 5:30ക്കാണ് ഷോ. ഞാൻ വനിതയിലെ കാണുന്നുള്ളൂ. എനിക്ക് ലേസറിൽ തന്നെ കാണാനുള്ള ഒരു വാശിയുള്ളതുകൊണ്ട് ഞാൻ അതിൽ തന്നെ കാണുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബ്രഹ്മയുഗം ഒന്നുകൂടി പോയി ഞാൻ തിയേറ്ററിൽ കാണുന്നതായിരിക്കും. അത് പക്ഷേ സാറ്റർഡേ സൺഡേ ആയിരിക്കും. അപ്പോൾ ആ രണ്ടാമത് കാണുന്നുള്ള എക്സ്പീരിയൻസും കൂടി ഞാൻ ഷെയർ ചെയ്തേക്കാം. എന്തായാലും ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. ബൈ ബൈ.